നമസ്കാരം. അപ്പൊ നമ്മുടെ സൊല്യൂഷന്റെ പകുതി ടോപ്പിക്കോള് നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പൊ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അടുത്ത പകുതി സെക്ഷനിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ ഇതുവരെ എഴുതൊക്കെ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ ആക്കിയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഡൈലൂട്ട് സൊല്യൂഷന്റെ ആണ് നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പറയാം. ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ഡൈലൂട്ട് സൊല്യൂഷൻ വിച്ച് എന്താണ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് നേച്ചർ. എപ്പോഴും ഡൈലൂട്ട് സൊല്യൂഷന്റെ കണ്ടീഷനിലാണ് നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി പറയാം. അപ്പൊ എന്താണ് ഡെഫിനിഷൻ? എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് എന്താണ് dilute solutions which depends upon the number of moles of solute. സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസിനോട് ഡിപ്പെൻഡ് ചെയ്യുന്നതും ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് ഇൻഡിപെൻഡന്റ് of nature of solute and independent of nature of solute. അപ്പോൾ ഡൈലൂട്ട് സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് മോളിക്യൂൾസിന്റെ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസിനോടായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതും സൊല്യൂട്ടിന്റെ നേച്ചറിനോട് ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്നതുമായ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും നമുക്ക് ഈ ചാപ്റ്ററിൽ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാനുള്ളത്. 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് റിലേറ്റീവ് lowering of vapor pressure. ഫസ്റ്റ് വൺ എന്താണ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. VP എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ആണ് കേട്ടോ. ദെൻ സെക്കൻഡ് വൺ എലിവേഷൻ ഓഫ് boiling point. Elevation of boiling point. And third one depression in freezing point. Depression in freezing point. Then fourth one osmotic pressure. And fourth one osmotic pressure. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസും റിലേറ്റീവ് ഓഫ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആൻഡ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഇവർ 4 ആളും എങ്ങനെയാണ്? ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനോട് ഡിപ്പെൻഡ് ചെയ്യുന്നതും ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് നേച്ചർ ഓഫ് സൊല്യൂട്ട്. നേച്ചർ ഓഫ് സൊല്യൂട്ടിനോട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള 4 പ്രോപ്പർട്ടീസ് ആണ് ആരെന്ന് പറയുന്നത് ഇവർ 4 ഇനി ഈ 4 പ്രോപ്പർട്ടീസിനെ അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി അടുത്തതില് എന്താണ് ഓരോ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസും എന്താണ്, അവര് കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താണ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാ, ഈ നോട്ട്സ് ഒന്ന് എഴുതിയെടുത്തോളാം കേട്ടോ. അപ്പൊ നമ്മള് അടുത്തത് എന്താണ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ് പറയണത്. ഈ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേപ്പർ പ്രഷർ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുണ്ടായി. എന്താണ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ലിക്വിഡ് വേപ്പർ സ്റ്റേറ്റിൽ കാണിക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. ഈ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു ദ എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ സൊല്യൂഷൻ. ഒരു സൊല്യൂഷന്റെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? അതിലെ സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ ആണ്. ആ സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും അവിടുത്തെ എന്ന് പറയുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുകയാണെങ്കിൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. എന്താണ്? സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ തന്നെയാണ് അവിടുത്തെ എന്ന് പറയുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മോൾ ഫ്രാക്ഷൻ നമുക്ക് എന്താണെന്ന് അറിയാം. നമ്മൾ എന്താണ് മോൾ ഫ്രാക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കേണ്ടായി. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മള് XN ആണ് ഡിനോട്ട് ചെയ്യുന്നത്. മോൾ ഫ്രാക്ഷൻ നമ്മൾ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? XN ആണ് ഡിനോട്ട് ചെയ്യുന്നത്. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് നമ്മൾ AB ടൈപ്പ് സൊല്യൂഷൻ ആണ് അല്ലെ.
അതായത് ബൈനറി സൊല്യൂഷൻസിന്റെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എബി ടൈപ്പ് സൊല്യൂഷനിൽ ആരാണ് സൊല്യൂട്ട്? ബി ആണ്. അപ്പോ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? ബി ആയിട്ടാണ് എടുക്കുക, എക്സ് ബി. അപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എക്സ് ബി ആണ്. അപ്പൊ എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പി നോട്ട് എ മൈനസ് PS divided by P naught A. അതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പൊ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്? P naught A minus PS divided by P naught A. എന്താണ് ഈ P naught A എന്ന് പറയുന്നത്? വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ് ആൻഡ് പ്യുവർ സ്റ്റേറ്റ്. സോൾവെന്റിന്റെ പ്യുവർ സ്റ്റേറ്റിലുള്ള സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനെയാണ് നമ്മൾ പി നോട്ട് എ എന്ന് പറയുന്നത്. പി എസ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ. ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ. അപ്പോ ആ പി എ മൈനസ് പി എസ് എന്ന് പറയുന്നത് നമ്മൾ എഴുതാണെങ്കിൽ എന്താണ്? പ്യുവർ കമ്പോണന്റും സൊല്യൂഷനും തമ്മിലുള്ള ആ ഡിഫറൻസ്. ആ ഡിഫറൻസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. എന്താണ്? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. നമ്മൾ പറഞ്ഞ ഇത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. പി എ നോട്ട് മൈനസ് പി എസ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്താണ് പറയുന്നത്? ഒരു ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. അപ്പൊ അത് കാണിക്കാനായിട്ട് നമുക്ക് എന്താണ്? ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു പി നോട്ട് എ മൈനസ് പി എസ് എന്ന് എഴുതാം. അപ്പൊ ചേഞ്ചിങ് ആണ്, ലോവറിംഗ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഡെൽറ്റ പി എന്ന് യൂസ് ചെയ്യാം. അങ്ങനെ എന്തായി? ഡെൽറ്റ പി ബൈ പി നോട്ട് എ ഈക്വൽ ടു എക്സ് ബി. ഈക്വൽ ടു എക്സ് ബി. അപ്പൊ എന്താണ് എക്സ് ബി? എന്താണ്? മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പൊ എക്സ് ബി ഇസ് ഈക്വൽ ടു എന്താണ്? എൻ ബി ബൈ എൻ എ പ്ലസ് എൻ ബി. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻ സൊല്യൂഷൻ. എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ നമ്മൾ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷനെ കൊണ്ട് എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്തിട്ട് എന്താണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിക്കേണ്ടായി. അപ്പൊ ഡെൽറ്റ പി ബൈ പി നോട്ട് ഈസ് ഈക്വൽ ടു എക്സ് ബി എന്ന് കിട്ടി. അപ്പൊ ഇതാണ് നമുക്ക് മോൾ ഫ്രാക്ഷനും അതുപോലെ തന്നെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ ഒരു കണ്ടീഷൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. റിലേറ്റീവ് എന്താണ്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്? വെരി ഡൈലൂട്ട് സൊല്യൂഷന്റെ ആണ് നമ്മളിപ്പോൾ പറയുന്നത്. എന്താണ്? വെരി ഡൈലൂട്ട് സൊല്യൂഷൻ ആണ് പറയാം. അപ്പോ വെരി ഡൈലൂട്ട് സൊല്യൂഷൻ ആണ്. എന്താണ്? വെരി ഡൈലൂട്ട് സൊല്യൂഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. വെരി ഡൈലൂട്ട് സൊല്യൂഷൻ ആണ് എങ്കിൽ എങ്ങനെയായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് എൻ ബി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റിനേക്കാളും വളരെ ചെറുതാവും. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റിനേക്കാളും വളരെ കുറവായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ എൻ ബി എന്ന് പറയുന്നത് നെഗ്ലക്ട് ചെയ്ത് കളയാണ്. അപ്പോ എക്സ് ബി എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം? എൻ ബി ബൈ എൻ എ പ്ലസ് എൻ ബി ആണ്. അതിനെ നെഗ്ലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ബിനെ നെഗ്ലക്ട് ചെയ്തിട്ട് എൻ ബി ബൈ എൻ എ എന്നാക്കി മാറ്റണം. അപ്പൊ എക്സ് ബി സിക്കട്ടെ എന്തായി? എൻ ബി ബൈ എൻ എ എന്ന് കിട്ടിയിട്ടോ. അപ്പൊ ആ ഇക്വേഷൻ നമ്മൾ ഇതിലേക്ക് പുട്ടിയാണെങ്കിൽ എന്താണ്? ഡെൽറ്റ പി ബൈ പി നോട്ട് എ ഈക്വൽ ടു എന്താണ്? എൻ ബി ബൈ എൻ എ ആണ്. ഈ എൻ ബി ബൈ എൻ എ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് എന്തെന്ന് എഴുതാം? നമുക്ക് എൻ ബി ബൈ എൻ എ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഇത് മാറ്റി എഴുതാണെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് കിട്ടി? ഡെൽറ്റ പി ബൈ എന്താണ്? P naught A is equal to WB by MB divided by WA by MA എന്ന് എടുക്കാം അല്ലെ. NB കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് പുട്ട് ചെയ്തോടെ. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോളിക്കുലർ മാസ് ഓഫ് molecular mass of solute and എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കുക. മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. അപ്പൊ ഈ റിലേഷൻ ആണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു എന്താണ് റിലേഷൻഷിപ്പ് ആണ് നമ്മളിപ്പോ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയൊന്നും എന്താണ് നല്ല രീതിയിൽ ഇത്രയൊന്നും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇത്രയൊന്നും നോട്ട് ചെയ്ത് വെച്ചോളാം.